ഹായ് നമസ്കാരം. അന്യൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത്തപ്പൂക്കളം ഇടാൻ തുടങ്ങി ഇന്നേക്ക് 2-ാം ദിവസം. ഇന്ന് ചിത്തിരയാണ് നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഔട്ട്ഫിറ്റ് എന്താണെന്ന് കാണണ്ടേ? ദൂരെ നിന്ന് ഞാനൊരു നോക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവാം. നമ്മളെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. ആ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ആദ്യം ഔട്ട്ഫിറ്റ് കാണും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലേ ഔട്ട്ഫിറ്റ് എന്താന്ന്? അതെ, സെറ്റ് പാവടിയും ബ്ലൗസുമാണ് ഇട്ടിട്ടുള്ളത് ഞാൻ. അതായത് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ പാവടിയും ബ്ലൗസും, നമ്മളെ കേരള സ്റ്റൈൽ പാവടിയും ബ്ലൗസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഈ പാവടിയും ബ്ലൗസും ഞാൻ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചൊന്നുമല്ല കേട്ടോ. പകരം എൻ്റെ കയ്യിലുള്ള സാരി കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിപ്പിച്ച ഒരു അടിപൊളി കേരള ലുക്കാണിത്. എങ്ങനെയുണ്ട് പാവടി ബ്ലൗസ് തോന്നിയിട്ട്? കൊള്ളാവോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മുന്നേ ഈ സാരീൻ്റെ ബ്ലൗസ് വേറൊരു സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബുട്ടീക്കിൽ. അപ്പോൾ അവർ അത് കോളാക്കി തന്നതിന് ശേഷം എനിക്ക് ആ ബ്ലൗസ് ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സാരി വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഓണം ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് ഈ സാരീനെ കൊണ്ട് നമുക്കൊരു സ്കേർട്ടും ബ്ലൗസ് തുന്നിയാൽ എന്താന്ന്. അങ്ങനെ തുന്നിയെടുത്തിയൊരു സ്കേർട്ടും ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നിങ്ങൾ ഇതേപോലെ ഉപയോഗിക്കാണ്ട് വെക്കുന്ന സാരിയും അല്ലാണ്ട് ഇടാണ്ട് വെക്കുന്ന സാരിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഈ ഓണം ലുക്കിന്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേയിലെ ലുക്ക് ഇതാണ്. അപ്പോൾ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് തന്നത് നമ്മളെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു അക്കയാണ്, ബോനക്ക എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന KGയിലുള്ള എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോനക്കേൻ്റെ അടുക്കും പൂർണ്ണക്കേൻ്റെ അടുക്കും 2 ആൾക്കാരാണ് എന്നെ ഈ സീരീസിൽ മൊത്തം എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തന്നത്. അവർക്ക് 2 ആളടുക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ മെറ്റീരിയൽ കൊടുക്കാം. അടിപൊളിയായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അവർക്ക് 2 ആൾക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരും, ഏത് ടൈപ്പ് ഔട്ട്ഫിറ്റ് വേണമെങ്കിലും. അതേപോലെ തന്നെ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ പെയർ ചെയ്ത ജ്വല്ലറി എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റയിൽ കണ്ടിട്ടൊരു പേജിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇൻസ്റ്റയിൽ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു പേജ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരോടാണ് ശരിക്കും ഞാൻ താങ്ക്സ് പറയേണ്ടത്. കാരണം ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു സീരീസ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ കുറവായിരുന്നു. അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഓണത്തിന് പറ്റിയ, അതായത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിന് പറ്റിയ ഓർണമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് എല്ലാ ഓർണമെൻറ്റ്സും എനിക്ക് ഡെലിവറി ചെയ്ത് തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ അറിയുന്നില്ല ഇതൊരു വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ അവരെ ടാഗ് ചെയ്യും. ആ ഒരു ടൈം മാത്രമേ അവർ അറിയുന്നുള്ളൂ ഞാനിത് വീഡിയോന് വേണ്ടിയിട്ട് വാങ്ങിയ ഓർണമെൻറ്റ്സ് ആണ്. അടിപൊളി ക്വാളിറ്റിയുള്ള ഓർണമെൻറ്റ്സ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. പേജിൻ്റെ ലിങ്കും വേണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്യും. യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ദ വേ, നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഓണം ഔട്ട്ഫിറ്റ് സെക്കൻഡ് ഡേ ലുക്ക്? ഇത് നിങ്ങൾക്ക് സ്കൂൾ ഓണം ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. നല്ല ട്രഡീഷണൽ വൈബും ലുക്കും തരുന്നൊരു ഔട്ട്ഫിറ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. മിനിമലൈസ്ഡ് ആയിട്ടുള്ള മേക്കപ്പും ആ ഒരു ട്രഡീഷണൽ വൈബും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു സിമ്പിൾ ലുക്കാണ് ഞാൻ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാലല്ലേ നിങ്ങൾക്ക് നല്ല ഔട്ട്ഫിറ്റും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഔട്ട്ഫിറ്റും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻഡോർ ഔട്ട്ഡോർ ലുക്കും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ സൺലൈറ്റിലും തണലത്തുമായിട്ടുള്ള ലുക്കും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ, ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്. അപ്പം നാളെ 3rd ഔട്ട്ഫിറ്റുമായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നാലും അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ കാണാൻ പറ്റുള്ളൂ. ടാറ്റാ.